നെത്തോലി ഇന്ന് ഉച്ചക്കലത്തേക്ക് നെത്തോലി കറി വെച്ചാലോ എന്ന് ചോദിച്ചാൽ മുഖത്തെ നവരസങ്ങൾക്കപ്പുറം ഏതോ ഒരു രസം ഇവിടെ തെളിയും. കാരണം ഇവിടെ ആർക്കും നെത്തോലി എന്ന ചൂടേ ഇഷ്ടമല്ല. അതിപ്പം എൻ്റെ മോനും എൻ്റെ അമ്മായിയമ്മയുടെ മോനും എൻ്റെ അമ്മയുടെ മോക്കും ഞാൻ തന്നെ. അപ്പം പിന്നെ നെത്തോലി വെച്ച ചട്ടിയടക്കം വടിച്ചു തിന്നുന്ന ലുക്കിൽ നെത്തോലി ആണെന്ന് പോലും അറിയാത്തൊരു കറി വെച്ചാലോ. അതിനായിട്ട് ഗ്യാസ് കത്തിച്ച് അതിലൊരു ചട്ടി ചൂടാക്കാൻ വെക്കണം. അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയിട്ട് തീ കുറച്ച് വയ്ക്കുക. ഇനിയാണ് കറിക്ക് ആവശ്യമായ മസാലയുടെ വരവ്. അതിനായിട്ട് കുറച്ച് തേങ്ങ, ഇഞ്ചി, കൊച്ചുള്ളി, പച്ചമുളക് എന്നിവ ഇട്ടും പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ജീരകവും കൂടി ചേർത്ത് മിക്സി ഒന്ന് കരയിപ്പിച്ചെടുക്കണം. അതിനുശേഷം ചൂടായ എണ്ണയിലേക്ക് അരച്ച് വെച്ച തേങ്ങയും കൂട്ടരയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. തേങ്ങയുടെ പച്ചമണം മാറുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതും ഇളക്കി യോജിപ്പിച്ച ശേഷം മുള്ളു നീക്കി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നെത്തോലിനെയും ചേർത്ത് കൊടുക്കണം. ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അല്പം വെള്ളം ഒഴിച്ച് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്ക് അടപ്പ് മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം വെള്ളമെല്ലാം പറ്റി നല്ല ഡ്രൈ പരുവാകുമ്പോൾ അല്പം വെളിച്ചെണ്ണയും കറിവേപ്പിലയും തൂകി ഇളക്കി അടച്ച് വെച്ച് ഗ്യാസ് ഓഫാക്കാം. പരിപാടി കഴിഞ്ഞു. ഇതിനെ ഞാൻ നെത്തോലി പീര എന്ന് വിളിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിൽ വിളിക്കാം. പക്ഷെ സംഭവം അടിപൊളിയാണ്. എത്ര നെത്തോലി വിരോധിയാണെങ്കിലും ഇത് കഴിക്കുമല്ലോ, കഴിക്കുമായിരിക്കും, കഴിക്കണം.